ഇന്ത്യയുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ച 1.5 മണിക്കൂർ നീണ്ടുനിന്ന ബഡ്ജറ്റ് പ്രസംഗം കേരളത്തെ മാത്രമല്ല കർണാടകത്തെ സംബന്ധിച്ചും തമിഴ്നാടിനെ സംബന്ധിച്ചും വളരെ നിരാശാജനകമായ ഒരു ബഡ്ജറ്റാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന നാൾ മുതൽ അദ്ദേഹം പറയുന്നൊരു മുദ്രാവാക്യമാണ് അച്ഛേ ദിൻ ആനെ വാലാഹ എന്ന്. നമ്മുടെ രാജ്യത്തിൽ 2030 ആകുമ്പോഴത്തേക്ക് GDP നിരക്ക് $5 ട്രില്യൺ മാറുമെന്ന പ്രഖ്യാപനം ഇപ്പോഴും $3.7 ട്രില്യൺ തന്നെ നിൽക്കുന്ന ദയനീയമായ കാഴ്ചയാണ് കാണുന്നത്. കേരളത്തിന് 2 മന്ത്രിമാരെ അല്ലാതെ വേറൊന്നും കിട്ടിയിട്ടില്ല. സുരേഷ് ഗോപിയെ കൊണ്ടോ ജോർജ് കുര്യനെ കൊണ്ടോ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനി കേരളം രക്ഷപ്പെടണമെങ്കിൽ ഒരു നിതീഷ് കുമാറോ അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡുവോ കേരളത്തിൽ ജനിക്കേണ്ട സാഹചര്യമാണിപ്പോൾ സംജാതമായിരിക്കുന്നത്. കാര്യം സമ്മർദ്ദ രാഷ്ട്രീയ തന്ത്രത്തിലൂടെ പരമാവധി സംസ്ഥാനത്തിന് വേണ്ടി കിട്ടണമെങ്കിൽ സമ്മർദ്ദ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകാൻ കഴിയുന്ന ഈ ഗവൺമെൻറ്റിനെ വിരട്ടാൻ കഴിയുന്ന ഒരു ഘടകകക്ഷിയായി മാറാൻ കഴിയുന്നവർക്ക് മാത്രമേ രക്ഷയുള്ളൂ എന്നാണ് ഈ ബഡ്ജറ്റ് അവതരണത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരിലും അതുപോലെ തന്നെ വിദ്യാസമ്പന്നല്ലാത്ത ചെറുപ്പക്കാരിലും ഏറ്റവും കൂടുതൽ വനിതകളിലും തൊഴിലില്ലാത്തവരായിട്ടുള്ളവരുടെ രാജ്യം ഇന്ത്യയാണെന്ന് കണ്ടുപിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ കണക്ക് പോലും അംഗീകരിക്കാതെ നമ്മുടെ നാട്ടിലെ അഭ്യസ്തവിദ്യർക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾക്കും അതുപോലെ തന്നെ വനിതകൾക്കും ഈ ബഡ്ജറ്റിൽ കാര്യമാത്ര പ്രസക്തമായി ഒന്നും പറഞ്ഞിട്ടില്ല. MG നരേഗ വനിതകൾക്ക് ഏറ്റവും കൂടുതൽ ജോലി കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ്. ആ MG നരേഗയ്ക്ക് വേണ്ടിയുള്ള ഫണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം പോലും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. MSMEയെക്കുറിച്ച് പറയുമ്പോൾ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ക്രോണിക് ക്യാപിറ്റലിസത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ക്രോണിക് ക്യാപിറ്റലിസത്തിന് കൊടുത്തിരിക്കുന്ന ഒരു പ്രാധാന്യം ഇവിടെ MSMEക്ക് വേണ്ടി കൊടുത്തിട്ടില്ല. നമ്മുടെ രാജ്യത്ത് തൊഴിലില്ലായ്മ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതിനെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ 1 MG നരേഗയിലൂടെ വേണം, 2 MSMEയിലൂടെ വേണം, 2 അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ ഈ കാട്ടാനകളും അതുപോലെ മനുഷ്യരും തന്നെ കൃഷിക്കാരെ ആക്രമിക്കുമ്പോൾ ആ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുക മാത്രമല്ല, ഈ സ്ട്രെഞ്ചസ് അടക്കമുള്ള ആളുകൾ നിർമ്മിക്കുമ്പോൾ അതിനകത്തൊക്കെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾക്ക് ജോലി കൊടുക്കാൻ കഴിയും കാർഷിക മേഖലയിലും. അപ്പോൾ തൊഴിലില്ലായ്മ പരിഹരിക്കുന്ന കാര്യത്തിൽ ക്രിയാത്മകമായ ഒരു നിർദ്ദേശവും ഈ ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. നമുക്കറിയാം, കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് കഴിഞ്ഞ 10 വർഷക്കാലമായി എയിംസിനെ സംബന്ധിച്ചിടത്തോളം. ആ എയിംസിൻ്റെ പ്രഖ്യാപനം ഈ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്ന് സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രി അസന്നിഗ്ധമായി പറഞ്ഞതാണ്. ആ അസന്നിഗ്ധമായി പറഞ്ഞ ആ എയിംസിനെ കുറിച്ച് പോലും ഒരു വാക്ക് ഈ ബഡ്ജറ്റിൽ പറയാൻ തയ്യാറായിട്ടില്ല. ബഡ്ജറ്റിൻ്റെ ഹാർഡ് ഡിസ്ക് കിട്ടിയെങ്കിൽ മാത്രമേ ഇതിൽ ഓരോ സംസ്ഥാനങ്ങൾക്കും അനുവദിച്ചുള്ള ഫണ്ടിനെക്കുറിച്ചും വികസന പ്രക്രിയയെക്കുറിച്ചും ഡീറ്റെയിലായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിപ്പോൾ ഞങ്ങൾ കിട്ടുന്നുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ അത് കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൃത്യമായി പറയാൻ കഴിയും. എന്തായാലും ഇപ്പോൾ കർണാടകത്തിൽ നടന്ന ഒരു ലാൻഡ് സ്ലൈഡിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ച് ഒരു വാചകം പോലും മറ്റ് സംസ്ഥാനങ്ങളിലെ ലാൻഡ് സ്ലൈഡിനെ കുറിച്ച് പറഞ്ഞ ഈ ഗവൺമെൻറ് ഒരക്ഷരം പോലും പറയുന്നില്ല. കാരണം എല്ലാ ചാനലുകളും നിരന്തരമായി കർണാടകത്തിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും വലിയ ഒരു ലാൻഡ് സ്ലൈഡാണ് അവിടെ ഉണ്ടായത്. അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല. കേരളത്തിൻ്റെ പ്രളയത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. കേരളത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആനുകൂല്യത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അതേസമയം ഈ ഗവൺമെൻറ് സമ്മർദ്ദ രാഷ്ട്രീയത്തിലാക്കുന്ന ശക്തികളെ സംതൃപ്തിപ്പെടുത്തുന്ന ഒരു ബഡ്ജറ്റായി ഇത് അധപ്പതിച്ചു എന്ന് മാത്രമല്ല, കേരളത്തോട് വളരെ ശക്തമായ അവഗണനയാണ്. അതുകൊണ്ട് കേരളത്തിലെ MPമാർ കൂട്ടായിട്ട് ആലോചിച്ച് ഈ നിഷേധാത്മകമായ കേന്ദ്ര സമീപനത്തിനെതിരെ എന്തു ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ ആലോചിക്കുന്നതാണ്.